എല്ലാവർക്കും ഗുണ്ടമാസ് റെസിപ്പിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ചുക്കയാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ ചുക്ക തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ 250 ഗ്രാം ചിക്കൻ എടുക്കുന്നുണ്ട്. അതിന് 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മസാല, ആവശ്യത്തിന് കറിവേപ്പില, പെരിഞ്ജീരകം, 3 ഗ്രാമ്പൂ, വേണമെങ്കിൽ നമുക്ക് ജാതിപത്രം ഉപയോഗിക്കാം. പിന്നെ എരിവ് ആവശ്യത്തിന് വേണമെങ്കിൽ 2 പച്ചമുളക് ഉപയോഗിക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ സോണാക്കിയിട്ട് പാത്രം ചൂടാക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള വറക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും എണ്ണ ഒഴിച്ചാൽ മതി. നമ്മൾ ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കുറേശ്ശെ സവാള ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട, കുറേശ്ശെ വറുത്തെടുക്കാം. സവാള പെട്ടെന്ന് വറുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് സവാള എടുക്കാം. കരിഞ്ഞു പോകാൻ നോക്കിക്കോണം. ഇതേ കണക്ക് ഫ്രൈ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ചിക്കൻ പുരട്ടി വെക്കാം. 250 ഗ്രാം ചിക്കൻ പാത്രത്തിലോട്ടിടാം. എന്നിട്ട് ഈ പൊടികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ഇടുവാണേ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എരിവിനനുസരിച്ച് വേണമെങ്കിൽ 2 മുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ആവശ്യമുള്ളത് പോലെ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കറിവേപ്പില, 3-4 ഗ്രാമ്പൂ, ജാതിക്ക പൊടിച്ചത്, പെരിഞ്ജീരകം. എന്നിട്ട് ഈ സവാള വറുത്ത് വെച്ചിരിക്കുന്ന ഈ സവാളയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണേ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ മിക്സും കൂടെ ചേർത്ത് പെരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം. 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് പെരട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള വറുത്ത എണ്ണയിലോട്ട് തന്നെ ഈ ചിക്കനെ ഇടാൻ പോവുകയാണേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഇത് വേവിക്കാൻ. അടച്ച് വെച്ച് വേവിക്കാം. അടിഭാഗം കരിയാതെ നോക്കിക്കോണം. അതിന് വേണ്ടിയിട്ടാണ് തീ കുറച്ച് വെക്കുന്നത്. നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഒന്നുകൂടെ അടച്ച് വെച്ച് നല്ലതുപോലെ വരട്ടിയെടുക്കണം. റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിൽ മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.